iPlus Training Solution മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് UGC NET Education Paper 2ന്റെ 4th യൂണിറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള 4th യൂണിറ്റിന്റെ സബ് യൂണിറ്റ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന 3rd സബ് യൂണിറ്റിന്റെ പാർട്ടാണ്. Okay, so in service teacher ആ ഒരു യൂണിറ്റിൽ ആ ഒരു സബ് യൂണിറ്റ് രണ്ട് പാർട്ടായിട്ടാണ് മെയിൻ ആയിട്ടും രണ്ട് പാർട്ടായിട്ട് ദാറ്റ് ഈസ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നും അതുപോലെ തന്നെ ഏജൻസീസ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് പിന്നെ ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷന്റെ പ്ലാനിങ് ബഡ്ജറ്റിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ് യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ക്ലാസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വിതൗട്ട് മച്ച് ഡിലേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എപ്പോഴത്തെയും പോലെ രണ്ട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും ആരംഭിക്കാം. Which of the following is not true about symposium? Symposium എന്ന് പറയുന്നത് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഒരു മോഡാണ്. അതെങ്ങനെ ഒരു ടൈപ്പിലുള്ള ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. സോ ഓപ്ഷൻസ്: ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺഫറൻസ്, experts in a given field present papers and discuss issues and trends, it is a 1-week program, then none of this. Then the second question, the education a teacher receives after he has entered the teaching profession is called dash. Pre-service education, in-service teacher education, professional education, then all the above. Now we'll discuss about in-service teacher education. So in-service teacher education എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ നെയിമിന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇൻ സർവീസ് സർവീസിലുള്ളവർക്കുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. സോ ദ എഡ്യൂക്കേഷൻ a teacher receives after he or she has entered the ടീച്ചിങ് പ്രൊഫഷൻ. ടീച്ചിങ് പ്രൊഫഷനിൽ കയറി കഴിയുമ്പോൾ ഉള്ള പ്രൊഫഷണൽ ട്രെയിനിങ് ആയിട്ട് കൊടുക്കുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് എന്താണ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. A professional training or staff development effort where professionals are trained and discuss their work with others in their peer group. Then in-service training is a fundamental aspect for the enhancement of teachers' professionalism related to the teachers' vision to improve the quality of their work. That is professional developmentനും അവരുടെ വർക്കിന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. Need of in-service teacher education. So in-service teacher educationന്റെ നീഡ് റിയൽ ആയിട്ട് എന്തിനാണ് in-service teacher education പ്രോഗ്രാം കൊടുക്കുന്നത്? സോ ഇത് ആദ്യമേ നമ്മൾ പറയാം. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ പ്രോസ്പെക്റ്റീവ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എഡ്യൂക്കേറ്റർ ടു മീറ്റ് ദ ന്യൂ ചലഞ്ചസ് ഓഫ് ഗൈഡിങ് സ്റ്റുഡൻസ്. അല്ലേ, ഡേ ബൈ ഡേ ന്യൂ ചലഞ്ചസും ന്യൂ ടെക്നോളജീസും ഒക്കെ വരുന്നുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോസ്പെക്റ്റീവ് ടീച്ചറും അതിന്റെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. കാരണം ആ ഒരു ബ്രിഡ്ജിങ് ആവശ്യമാണ്. എന്തിന്? ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, പിന്നെ സ്റ്റുഡൻസിന് പുതിയ ചലഞ്ചസ് അറ്റൈൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ് കൊടുക്കാൻ, ആ ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള കഴിവ് കൊടുക്കാൻ. Then in service program helps teachers to keep up to date on the most current concepts, thinking and research in their field. അവർ എപ്പോഴും up to date ആയിട്ട് ഇരിക്കണമെങ്കിൽ we need to provide in service teacher education program. Then the need for in-service teacher training in school is getting more attention for teachers to equip with new knowledge, skills for them to face new challenges and reformation in education. Whatever we discussed in the first slide, same തന്നെ കാര്യം ഒന്നും കൂടി ഒന്ന് റീഫ്രെയിം ചെയ്ത് പറയുന്നു. Then in-service training can enhance the professionalism of teacher. അല്ലെ, ടീച്ചറിന്റെ പ്രൊഫഷണലിസം കൂട്ടിയിട്ട് എന്താണ് അവരുടെ ഓർഗനൈസേഷന്റെ ഗോളിനനുസരിച്ച് അവർക്ക് മോർ കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ട് സാധിക്കും. Then in-service training is a professional and personal education activity എന്ന് പറയാം. എന്തിന്?
എങ്ങനെ? ടീച്ചേഴ്സിന്റെ എഫിഷ്യൻസി, എബിലിറ്റി, നോളജ് ലെവൽ, മോട്ടിവേഷൻ ടു ദെയർ പ്രൊഫഷണൽ വർക്ക്, ഇതിനൊക്കെ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്താവശ്യമാണ്? ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇസ് a must. Purpose of in-service teacher education. The primary purpose of in-service teacher training is to enable teachers to acquire new understanding and instructional skills. ഇപ്പോൾ ഒരു പുതിയൊരു ടെക്നോളജി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു ടെക്നിക്ക് അല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജി വരുമ്പോഴത്തേക്കും ആ സ്ട്രാറ്റജീനെ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ട്രാറ്റജീനെ ടീച്ചേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലേ? അതിനു വേണ്ടിയിട്ട് സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ, അതായത് സർവീസിലുള്ള പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിനെ ആണെങ്കിൽ we will call them for one day, അല്ലെങ്കിൽ we will call them for a workshop, അങ്ങനെയൊക്കെ വിളിച്ചിട്ട് അവരെ എന്ത് ചെയ്യും? പുതിയ സ്കിൽസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതൊരു പർപ്പസ് ആണ്. Then it focus on creating learning environment which enables teachers to develop their effectiveness in the classroom. Then through in-service training, teachers can identify and evaluate critically the culture of the school which can bring changes to the working culture. അതായത് സ്കൂളിൻ്റെ കൾച്ചറിനെ പറ്റിയും ഇതെല്ലാം ടോട്ടൽ ഞാൻ പറഞ്ഞില്ല, ഒരു ടീച്ചറിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് പ്രീ സർവീസ് പ്രോഗ്രാമിനോട് ഒപ്പം തന്നെ, അല്ലെങ്കിൽ പ്രീ സർവീസ് ഡെവലപ്മെൻറ്റിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണ് ഏത്? ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. Then when we discuss about the scope of in-service teacher education program, it promotes a very flexible environment and that allow teachers to adapt with the working situation. ഇതിൽ അതുപോലെ തന്നെ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് മോട്ടിവേഷനും കൂടി ടീച്ചേഴ്സിന്, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും പ്രൊവൈഡ് ചെയ്യും. അതുവഴിയായിട്ട് എന്താണ്? സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയും ലേണിംഗ് എൻവയോൺമെൻറ്റിലുള്ള ആ ഒരു കേപ്പബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. സോ അതുവഴിയായിട്ട് എന്താണ്? ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും? ഒരു നല്ലൊരു പാക്കേജ് ഒരു ലേണിംഗ് പ്രോസസ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിന് പറ്റും, സാധിക്കും. Then it enables the teachers to acquire new understanding and instructional skills to develop their effectiveness in the classroom. Classroom effectiveness കൂടുന്നത് വഴിയായിട്ട് എന്ത് ചെയ്യും? സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആ ഒരു ക്വാളിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ എന്താണ് സ്കോപ്പ് എന്ന് പറയുന്നത്. In-service teacher training for teachers should have a positive effect on teachers in increasing their knowledge, communication with their involvement in planning school activities, and also it increase the staff motivation. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും എന്തുകൊണ്ട് ഈ ഇൻ-സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വഴിയായിട്ട് നല്ല ആറ്റിറ്റ്യൂഡ്, കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ടീച്ചേഴ്സിനെ എക്യുപ്പൈ ചെയ്യാൻ പറ്റും. ആ ടീച്ചേഴ്സ് അങ്ങനെ എക്യുപ്പൈ ആവുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എന്താണ്? എക്യുപ്പ് ആവുമ്പോൾ ടീച്ചേഴ്സ് അങ്ങനെ ആവുമ്പോഴത്തേക്കും ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? യെസ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ സ്റ്റാൻഡേർഡ് കൂടും. ക്വാളിറ്റി ഓഫ് ടീച്ചർ ലേണിംഗ് പ്രോസസ് വിൽ ബി ഇൻക്രീസ്ഡ്. അടുത്ത ഒരു സെക്കൻഡ് ടോപ്പിക് ആണ് നമുക്ക് ഓർഗനൈസേഷൻ ആൻഡ് മോഡ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് അതാണ് ടോപ്പിക് വരുന്നത്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ മോഡ്സ് ആണ് നോക്കുന്നത്. സോ ഈ മോഡ്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ്. നമുക്ക് ഓൺലൈൻ മോഡ്, ഓഫ്ലൈൻ മോഡ്, അങ്ങനെയുള്ള പല മോഡ്സിൽ നമുക്ക് പ്രോഗ്രാംസും ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. സോ അവിടെ ആ മോഡ്സിൻ്റെ അകത്തും തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. സോ ടൈപ്സ് ഓഫ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. So many in-service teacher education program ഉണ്ട്. ഫസ്റ്റ് തുടങ്ങുന്നത് അത് ഏതിലായിരിക്കും? ഇൻഡക്ഷനിലായിരിക്കും. കാരണം പ്രീ സർവീസ് കഴിഞ്ഞ് അങ്ങോട്ട് ജസ്റ്റ് വരുന്ന ഒരു സ്റ്റുഡൻറ് ടീച്ചർ ആയിരുന്നു അവർ അത്രയും നാൾ വരെ. അത് കഴിഞ്ഞ് അവർ ജസ്റ്റ് ഒരു സ്കൂളിലേക്ക് വന്നു. വരുമ്പോൾ ദേ നീഡ് ആൻ ഇൻഡക്ഷൻ പ്രോഗ്രാം. അതായത് ആദ്യം ആ സ്കൂളിൽ നിന്ന് അതല്ലെങ്കിൽ അവൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദേ ആർ ഗെറ്റിംഗ് എ ടൈപ്പ് ഓഫ് സപ്പോർട്ട് വിച്ച് ഇസ് കോൾഡ് ആസ് ഇൻഡക്ഷൻ. സോ ആ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സപ്പോർട്ട് ഓർ ഗൈഡൻസ് പ്രൊവൈഡ് ടു എ ന്യൂ ടീച്ചർ, കണ്ടോ, and school administrators in the early stages of their career. Then induction
include orientation to workplace, socialization, mentoring by experienced teachers. ആദ്യം വരുമ്പോൾ തന്നെ നമ്മളോട് എന്ത് പറയും, ടീച്ചേഴ്സ് പല ടീച്ചേഴ്സും പറയുന്നത് ചെയ്യുന്നത് കണ്ടുപഠിക്കാൻ അല്ലെ, ക്ലാസ് വാച്ച് ചെയ്ത് കണ്ടുപഠിച്ചെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ we will get into the professional teaching back. ഇതിലോട്ട് എന്താണ് ഒരു പ്രൊഫഷണൽ ടീച്ചിങ് സ്റ്റൈലിലോട്ട് നമ്മൾ ഇറങ്ങുള്ളൂ. അതൊരു സ്റ്റാൻഡേർഡ് സ്കൂളുകളിലൊക്കെ അങ്ങനെ ചെയ്യിക്കും. ആദ്യം വരുന്ന ഫ്രഷേഴ്സ് ആണെങ്കിൽ they will give induction. Then it trains them on expected standards, norms, policies and work culture of the institution. വന്ന് ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൾച്ചർ, സ്റ്റാൻഡേർഡ്, വർക്കിംഗ് പാറ്റേൺ ഇതെല്ലാം അവർക്ക് ട്രെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കപ്പെടും. ദെൻ അതുപോലെ തന്നെ എന്താണ് അവരിൽ നിന്ന് സ്റ്റുഡൻറ് ടീച്ചർ, അതായത് ആ വന്ന ടീച്ചറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്ത് സോഷ്യൽ ബിഹേവിയർ, ആ ഒരു ജോബിന് വേണ്ട അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് ജോബിന് വേണ്ട എക്സ്പെക്റ്റഡ് ബിഹേവിയറും എല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് നോട്ട് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, മെജോറിറ്റി ആയിട്ടുള്ള ജോബ് ഫീൽഡ്, കരിയർ ഫീൽഡിലും ഇൻഡക്ഷൻ എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. The second one is cascade model. ഈ കാസ്കേഡ് മോഡൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി തരും, ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിലിരുത്തി. അതാണ് ശരിക്കും കാസ്കേഡ് എന്ന്. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എന്താ, ഒന്ന് നടന്നു അതിനെ കണക്ട് ചെയ്ത് പോകുന്നതാണ്. സോ ദ കാസ്കേഡ് മോഡൽ is one of the teacher professional development models that is used to train a large number of in-service teachers in a short span of time. ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് അവരെ ചെയ്യുന്നത് എങ്കിലും ലാർജ് നമ്പർ ഓഫ് in-service ടീച്ചേഴ്സിനെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇൻഡക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ദിസ് ഇസ് മോർ സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആൻഡ് ഇസ് ബെസ്റ്റ് യൂസ്ഡ് ടു ഡിസമിനേറ്റ് ഇൻഫർമേഷൻ ആൻഡ് സ്കിൽ അമംഗ് ലാർജ് ടീച്ചർ പോപ്പുലേഷൻ. ഒരു ലാർജ് ടീച്ചർ പോപ്പുലേഷൻ്റെ ഇടയിൽ ഒരു ഇൻഫർമേഷനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആ സ്കിൽസും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കാസ്കേഡ് മോഡലിന് പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാമോ? കാസ്കേഡ് പോലെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ആ ഒരു ഗ്രൂപ്പ്, എന്നിട്ട് അവിടെ ഒരു എക്സ്പേർട്സ് ഉണ്ടല്ലോ, ഒരു 10 പേരെ ഒരു വലിയൊരു എക്സ്പേർട്ട് ട്രെയിൻ ചെയ്യിക്കും. അപ്പൊ ഈ 10 പേർക്ക് പിന്നെ അടുത്തൊരു 10 ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ തന്നെ നോക്കിക്കോ, ഒരു ലാർജ് ഗ്രൂപ്പിനെ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്ത് പോകാനായിട്ട് കാസ്കേഡ് മോഡലിൽ പറ്റും. കാസ്കേഡ് മോഡൽ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ. സ്മോൾ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ആർ സെലക്ടഡ് ടു റിസീവ് ഇന്റൻസീവ് ട്രെയിനിങ് ആൻഡ് ദേ പ്രൊവൈഡ് ട്രെയിനിങ് ടു ദെയർ പിയേഴ്സ്. അത് തന്നെ സ്മോൾ ഗ്രൂപ്പ് ടീച്ചേഴ്സിന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കും, എന്നിട്ട് അവരവരുടെ പിയേഴ്സിനെ ട്രെയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ടൈം കൺസ്യൂമിങ് അധികം വരില്ല. ദിസ് മോഡൽ യൂസ് ദ എക്സിസ്റ്റിംഗ് ടീച്ചിങ് സ്റ്റാഫ്സ് ആൻഡ് ആസ് കോ ട്രെയിനേഴ്സ് ഇൻ ദി ട്രെയിനിങ് പ്രോസസ്. ദെൻ ദ സക്സസ് ഓഫ് ഓർ ഫെയിലുവർ ഓഫ് ദിസ് മോഡൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദീസ് ട്രെയിനേഴ്സ്. ചിലപ്പോൾ 10 ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നത് 10 രീതിയിലാകും അല്ലേ. അതിന്റെ എഫക്റ്റീവ്നെസ്സിലാണ് ശരിക്കും എന്ത് ആ പ്രോഗ്രാം കാസ്കേഡ് മോഡലിലുള്ള ഇൻ സർവീസ് ട്രെയിനിങ്ങിന്റെ സക്സസ്. Then next comes one shot training programs. One shot, അപ്പോൾ അല്ല ഒറ്റ ഷോർട്ട് ആയിട്ട് അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കും? എ സിംഗിൾ വർക്ക്ഷോപ്പ് ഓർ കോഴ്സ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്. ഒരു സിംഗിൾ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു കോഴ്സ്, ജസ്റ്റ് ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോഴ്സ് മാത്രം. ദ വൺ ഷോട്ട് ഇൻ സർവീസ് ട്രെയിനിങ് ഈസ് ഗിവൺ ഫോർ ജസ്റ്റ് എ ഷോർട്ട് ടൈം വിത്ത് നോ ഫോളോ അപ്പ് പ്രോഗ്രാം ആഫ്റ്റർ ഇറ്റ്. കണ്ടോ, അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്കും, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് പിന്നെ ഷോർട്ട് ടൈമിൽ പഠിപ്പിച്ചു കൊടുത്തു, പിന്നെ ഫോളോ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമേ ഇല്ല. ദെൻ ദ എൻറ്റയർ ട്രെയിനിങ് പ്രോഗ്രാം വിൽ ബി കൺസിഡേർഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ഫ്യൂ ക്ലാസ്സസ്. ചെറിയ കുറച്ച് ക്ലാസ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് അവരെ അങ്ങ് വിട്ട്. അതാണ് എന്ത് വൺ ഷോട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ്. നെക്സ്റ്റ് കംസ് സെമിനാർസ് അല്ലേ. സെമിനാർ നമുക്ക് അത്യാവശ്യം കേട്ട് പരിചയമുള്ള വാക്കുകൾ തന്നെ. ഈ വൺ ഷോട്ട് എന്ന് പറഞ്ഞ കാസ്കേഡിനെ ഒക്കെ കാട്ടിലും അല്ലേ. സോ സെമിനാർ ഇസ് എ ഫോം ഓഫ് അക്കാഡമിക് ഇൻസ്ട്രക്ഷൻ ഐദർ അറ്റ് ആൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓഫേർഡ് ബൈ എ കൊമേഴ്ഷ്യൽ ഓർ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. ഐദർ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ എന്താണ് ബ്ലോക്ക് റിസോഴ്സസ് യൂണിറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. റിസോഴ്സ് യൂണിറ്റ് അതിലെ ബ്ലോക്ക് ലെവലിലൊക്കെ അവർക്ക് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡയറ്റ് ഒക്കെ പർട്ടിക്കുലർ ഏരിയയിൽ കണ്ടക്ട് ചെയ്യും. ദെൻ ഇറ്റ് ഹാസ്
the function of bringing together small group for recurring meeting, focus each time on some particular subject in which everyone present is requested to participate. And in seminar, a speaker present a theme or a set of papers and it is discussed by all those who are participated. That means എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു particular ഡേയിൽ ഒരു either in academic ഒരു സ്കൂളിലായിരിക്കാം, നമ്മുടെ സ്കൂളുകളിൽ തന്നെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ചിലപ്പോൾ, കാരണം ടീച്ചേഴ്സിന് മാത്രമായിട്ട് ഒരു സെമിനാർ ഉണ്ട് എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ എന്താണ്, സെലക്റ്റഡ് ആൾക്കാരെ പെർട്ടിക്കുലർ മറ്റൊരു പ്ലേസിൽ അവരെ വിളിച്ച് എന്താണ് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സ്പീക്കർ ഉണ്ടാകും, അദ്ദേഹം ഇത് ഡിസ്കസ് ചെയ്ത് കൊടുക്കും. ഒരു പെർട്ടിക്കുലർ ഇഷ്യൂസിനെ പറ്റി, ഒരു ഇഷ്യൂവിനെ പറ്റി വല്ലതും ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അവിടെ അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ലാർജ് നമ്പർ ഓഫ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും ടൈം ഒരു വലിയ കൺസ്ട്രെയിൻ ആയിരിക്കും. കാരണം മെജോറിറ്റി ഒരു വലിയൊരു ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുന്ന കേസിൽ അതിന് ഷോർട്ട് ആയിട്ടുള്ള നമ്പേഴ്സ് ആൾക്കാരെ കുറച്ചുകൊണ്ടുള്ള സെമിനാർസും കണ്ടക്ട് ചെയ്യാം. മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം മോഡാണ് എന്ത്, കോൺഫറൻസ്. കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഓഫ് who, അതായത് confer about a topic, of meeting of people who confer about a topic, ഒരു particular ടോപ്പിക്കിനെ പറ്റി confer ചെയ്യും. And it is organized to discuss current problem with a view to provide a workable solution. ഈ കോൺഫറൻസും സെമിനാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ പോലെയോ അതല്ലെങ്കിൽ അതിനെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കോൺഫറൻസിൽ എന്ന് പറയുമ്പോൾ ഒരു 3-4 ടോപ്പിക്കുകളെ പറ്റി ഒരുപാട് ഡിസ്കഷൻസ് നടക്കും. അതേസമയം സെമിനാറിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് കംസ് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് നമുക്കറിയാം അല്ലേ, അതായത് ഒരു വളരെ കുറച്ചൊരു 20 to 25 ഗ്രൂപ്പ് ആൾക്കാർ, 10 to വളരെ കുറച്ച് ആൾക്കാരെ കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ടാസ്കിലോ അതല്ലെങ്കിൽ അവർക്ക് ഒരു സ്കില്ലിൽ ട്രെയിനിങ്ങും കൂടെ കൊടുക്കും. അതായത് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പുതിയ ഒരുപാട് ടെക്നോളജീസ് കണ്ടെത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ടീച്ചേഴ്സിനെ വിളിച്ച് ഒരു വർക്ക്ഷോപ്പ് പോലെ കണ്ടക്ട് ചെയ്ത് അവർക്ക് ഡെവലപ്പ് സ്കിൽസ് ടു പെർഫോം ടു ദിസ് ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി. ഇപ്പോൾ തന്നെ ഓഫ്ലൈൻ മോഡിൽ നിന്ന് ക്ലാസ് മാറി ഓൺലൈൻ മോഡിലേക്ക് വന്നപ്പോഴത്തേക്കും കൺഫ്യൂഷൻസ് ഒരുപാടുണ്ടായിരുന്നു അല്ലേ. സോ അപ്പോൾ ആ ഒരു രീതിയിൽ അതുപോലെ ഓരോരോ സ്കൂളുകളും അവരവരുടേതായിട്ടുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത് തുടങ്ങി. അപ്പോൾ അതിലെങ്ങനെ പ്രവർത്തിക്കും, അതിലെങ്ങനെ ക്ലാസ്സസ് എടുക്കും, ഇതിനെയൊക്കെ എന്താണ് എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ കേപ്പബിൾ ആവണം എന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ട് ആ വർക്ക്ഷോപ്പിൽ ആ ടീച്ചറിനെ പങ്കെടുപ്പിച്ചിട്ട് ആ ടീച്ചറിന് ആ സ്കില്ല് പ്രൊവൈഡ് ചെയ്ത് ആ ടീച്ചറിനെ ആ ടാസ്ക് ചെയ്യാൻ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റും. The main objective to use teaching strategies effectively and to provide training to new practices in teacher education. അത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതും അല്ലേ. Then next comes symposium. Symposium എന്ന് പറഞ്ഞാൽ ഇത് ഒരു ടൈപ്പ് ഓഫ് കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിംഗ് തന്നെ ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ഇതിനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാൻ. പക്ഷെ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 day വരും. അതേസമയം സിംപോസിയം എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഒറ്റ ദിവസം കൊണ്ട് കഴിയും. ഒരു സിംപോസിയത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഒരു കോൺഫറൻസ് പോലെ കണ്ടക്ട് ചെയ്യും. ഇതിലെന്താണ് എക്സ്പേർട്സ് പല പേപ്പേഴ്സും പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യും. ഇഷ്യൂസ്, ട്രെൻഡ്സ്, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർട്ടൻ കോഴ്സിനെ പറ്റിയിട്ടുള്ളതൊക്കെ അവരവിടെ ഡിസ്കസ് ചെയ്യും. പക്ഷെ only difference from this conference and symposium is conference is it will be for more than 1 day. 2 to 3 days of a conference will be there, but for symposium it will be for 1 day. Typically only 1 day it will last, and one entire problem will discuss, and paper presentations will be there, then discussions will be there, so many, that is issues and open discussions will be there, debates will be there. Idakka symposium undagum, but only thing will last for only 1 day. Next comes panel discussion. ഈ പാനൽ ഡിസ്കഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇതൊരു പുതിയ വേർഡ് അല്ല. ഇപ്പോൾ ഈ മീഡിയയുടെയൊക്കെ അതിപ്രസരം വന്ന സമയത്ത് എവിടെ നോക്കിയാലും പാനൽ ഡിസ്കഷൻ അല്ലേ. വൈകിട്ട് 7 മണി അല്ലെ ഒരു 6-7 മണി മുതൽ വാർത്താ ചാനലുകൾ തുടങ്ങിയ എല്ലാ ചാനലിലും ഒരു പാനലിൽ ഒരു 3-4 രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു സാമൂഹിക പ്രവർത്തകനും ഒക്കെ ഉണ്ടാകും. ഒരു ഡിസ്കഷനെ പറ്റിയിട്ട് ഒരു ഇഷ്യൂ അവരങ്ങോട്ട് എടുത്തിടും, എന്നിട്ട് അതിനെ പറ്റിയിട്ട് പല കാര്യങ്ങളും
മൊത്തം പറഞ്ഞ് ഡിസ്കഷൻ, അത് തന്നെയാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ അവിടെ ഒരു മോഡറേറ്റർ ഒക്കെ ഉണ്ടാവും. ദെൻ പാനൽ ഡിസ്കഷൻ ഓർ സിംപ്ലി നമുക്ക് എന്ത് പറയാം, a panel involves a group of people gathered to discuss a topic in front of an audience. TV ചാനൽസിലൊക്കെ ഓഡിയൻസ് ആരാ, നമ്മളാണ് അല്ലേ. Then the purpose of a panel discussion is to spark conversation between a group of experts or industry and thought leaders so that the audience can learn from their discourse and interaction. അതല്ലേ നമ്മൾ ഇരുന്ന് കേൾക്കുന്നത് അല്ലേ. നമ്മൾ ഓരോരുത്തരും പറയുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന വാദങ്ങളും വ്യൂ പോയിന്റ്സും കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും അയ്യോ അവർ പറയുന്നത് ശരിയല്ലേ. അപ്പൊ മറ്റേ ആൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവര് പറഞ്ഞു. അപ്പൊ അതെന്താണ്, നമ്മളിലേക്ക് ആ ലൈറ്റ്സ് ത്രോ ചെയ്ത് തരികയാണ്. യു ക്യാൻ തിങ്ക് യുവർ ഓൺ. അപ്പൊ അതാണ് പാനൽ ഡിസ്കഷൻ. ഇനി പാനൽ ഡിസ്കഷൻ ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ എങ്ങനെയാണ്, എക്സ്പേർട്സ് ഉണ്ട്, പാനൽ എക്സ്പേർട്സ് അവർ ഒന്നിച്ചിരുന്നിട്ട് സ്ട്രാറ്റജീസും ഇതൊക്കെ പ്രോബ്ലംസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന്റെ ഇടയിലായിരിക്കും. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസും ഉണ്ടായിരിക്കും. അതൊരു ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ മോഡുകളിലൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ആ ഒരു ഇഷ്യൂവിനെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ വരും. നമുക്ക് ചിന്തിക്കാൻ ഒരു വേയും, ഓഡിയൻസിന് ചിന്തിക്കാൻ ഒരു വേയും കൂടി ഓപ്പൺ ചെയ്തിട്ടുകൊണ്ടാണ് പാനൽ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. സമ്മർ ആൻഡ് വിന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സമ്മർ ട്രെയിനിങ് ക്യാമ്പ്സ്, വിന്റർ ട്രെയിനിങ് ക്യാമ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട്. അത് തന്നെയാണ് ത്രൂ ദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഈ സമ്മർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അല്ലെങ്കിൽ വിന്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വഴിയായിട്ട് എന്താണ്, ടീച്ചേഴ്സിന് അവരുടെ നോളജ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ മെത്തേഡ് ഉണ്ടെങ്കിൽ ആ പുതിയ മെത്തേഡൊക്കെ പഠിച്ചു വരാനും സാധിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 1 വീക്ക് ഒക്കെ ടീച്ചേഴ്സ് കോഴ്സിന് പോയേക്കുക എന്ന് പറയും അല്ലേ, കോഴ്സിന് പോയേക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ്, ഇത് സമ്മർ വിന്റർ പോലുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന് വീണ്ടും കൊടുക്കും, അവരെ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട്. അതാണ് എന്താണ് സമ്മർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ വിന്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പോലെയുള്ള സംരംഭങ്ങൾ. റിഫ്രഷർ കോഴ്സ്, ഇനി അടുത്തതാണ് എന്ത്, റിഫ്രഷർ കോഴ്സ്. സോ റിഫ്രഷർ കോഴ്സ് എന്താണ്, പ്രൊഫഷണൽ ഗ്രോത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇപ്പൊ ടീച്ചിങ് സെക്ടറിലാകുമ്പോൾ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഗ്രോത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതാണ് കോഴ്സിന് പോയി ടീച്ചേഴ്സ് എന്ന് പറയത്തില്ലേ. ഇതെല്ലാം അതിന്റെയൊക്കെ ഭാഗങ്ങളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അപ്ഗ്രേഡിംഗ് നോളജ് and in refresher course giving training to teachers in connecting with latest development. Then understanding, അതിന്റെ main objective എന്താണ്, understanding of educational plans and schemes introduced by government and other agencies from time to time. കാരണം ഗവൺമെന്റും അതർ ഏജൻസീസ് ഒക്കെ ടീച്ചിങ്ങിനെ പറ്റിയിട്ടൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒരു സ്കൂളിൽ, ഒരു റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒതുങ്ങിക്കൂടി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന് ഒരു പക്ഷേ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതിനുവേണ്ടിയാണ് അവരെ കോഴ്സിന് വിളിക്കും, റിഫ്രഷർ കോഴ്സിന് വിളിച്ചിട്ട് ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി അല്ലെ. നമ്മുടെ DBEP ഒക്കെ വന്നപ്പോഴത്തേക്കും, അതുപോലെ തന്നെ SSA വന്നപ്പോൾ, RMSA വന്നപ്പോൾ, ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സിനെ വിളിച്ചു വരുത്തി അവർക്ക് കോഴ്സ് കൊടുത്ത് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് സ്കൂളുകളിലേക്ക് വിട്ടത്. സോ ഇതൊക്കെ എന്താണ്, മോഡ്സ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിന്റെ ഡിഫറെന്റ് മോഡ്സ് ആണ്. റിഫ്രഷർ കോഴ്സ് ആയാലും, പാനൽ ഡിസ്കഷൻ ആയാലും, സിംപോസിയംസ് ആയാലും, സമ്മർ ആൻഡ് വിന്റർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയാലും, ദെൻ പിന്നെ വരുന്ന ഏതാണ്, സെമിനാർസ് ആയാലും, പിന്നെ വരുന്ന വർക്ക്ഷോപ്സ് ആയാലും, ഇൻഡക്ഷൻ, സ്റ്റാർട്ടിങ് വിത്ത് ഇൻഡക്ഷൻ, അങ്ങനെയുള്ളതെല്ലാം എന്താണ്, ടീച്ചേഴ്സിന്റെ, ഇൻ സർവീസ് ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻ സർവീസ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ക്ലാസിന്റെ തുടക്കത്തിൽ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് ആരംഭിച്ചത് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സിംപോസിയം. സോ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് സിംപോസിയം. അതൊരു ടൈപ്പ് ഓഫ് കോൺഫറൻസ് തന്നെയാണ്. പിന്നെ കോൺഫറൻസിൽ നിന്ന് അതിനുള്ള ഡിഫറൻസ് എന്താണ്, കോൺഫറൻസിൽ വിൽ ലാസ്റ്റ് ഫോർ more than 1 day, 2 to 3 days ഒക്കെ കോൺഫറൻസ് വരും. Experts in a given field present papers and discuss issues and trends. It is a 1 week program. ശരിക്കും in symposium എന്ന് പറയുന്നത് 1 week program അല്ല. നോർമലി ഇത് ends in a single day. So ഇവിടെ ആൻസർ ഏതാണ്, ഇറ്റ് ഈസ് എ 1 week program എന്നുള്ളതാണ്. It's not true about symposium. Then the education a teacher receives after he has entered the teaching profession is called, it's nothing but in service teacher education. Professional education എന്ന് പറയാൻ പറ്റില്ല, അത് ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് in service teacher education. With that, ഈ ഒരു പാർട്ട്, അതായത് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ള അതിന്റെ ഇൻട്രോഡക്ടറി പാർട്ട്
പർപ്പസ്, നീഡ്, മീനിങ്, കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ള ആ ഒരു പോർഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് ഏജൻസീസും അതുപോലെ തന്നെ അതിൻ്റെ ബഡ്ജറ്റിംഗ്, പ്ലാനിങ് അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നോക്കാം. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ആൻഡ് I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.